നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഈ കോസ്മിക് ക്രൈസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ജീസസ്, പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ മനസ്സിലാക്കിയവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളാൻ അത്ര പ്രയാസം? ഹിസ്റ്റോറിക്കൽ ജീസസ് അല്ലെങ്കിൽ ചരിത്രത്തിലെ യേശു, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പുസ്തകത്തിലെ യേശു, നമ്മൾ ബൈബിളിൽ കാണുന്ന യേശു, സുവിശേഷങ്ങളിൽ കാണുന്ന യേശു, അല്ലെങ്കിൽ കാനാവിൽ വെള്ളം വീഞ്ഞാക്കിയ, കടലിൻ്റെ മീതെ നടന്നുപോയ, ഗലീലയിൽ പ്രസംഗിച്ച, ഗാഗുൽത്തായിൽ കുരിശിക്കപ്പെട്ട ആ യേശു. ദാറ്റ് ഈസ് പോപ്പുലർ ജീസസ്. പോപ്പുലർ ജീസസ് ഹാംലെസ് ആണ്. എത്ര വലിയ വിപ്ലവകാരി ആയിരുന്നാലും അയാൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് പൊതുവെ മൃതദേഹത്തോട് ആളുകൾക്ക് ആദരവും സ്നേഹവും ഒക്കെ വരുന്നത്. കഴിഞ്ഞിടെ മരിച്ചുപോയ ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു. പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം. ഏറെ വർഷങ്ങൾ അദ്ദേഹം അവിടെയായിരുന്നു. മലയാള സിനിമയിൽ ധാരാളം കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ടി പി മാധവൻ എന്ന പേരുള്ള പൊക്കം കുറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകൻ ബോംബെയിലെ ബോളിവുഡിലെ വലിയ പേരെടുത്ത സംവിധായകനും ഒക്കെയാണ്. അദ്ദേഹത്തിന് ധാരാളം ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയ കാണുമായിരുന്നു. അദ്ദേഹം പത്തനാപുരം ഗാന്ധി ഭവനിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. മോനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, പിന്നെ ഇന്നാരെ കണ്ടാൽ കൊള്ളായിരുന്നു, മോഹൻലാലിനെ കണ്ടാൽ കൊള്ളായിരുന്നു, അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞതല്ലാതെ ഇവരാരും ചെന്നുമില്ല, ആരും കണ്ടുമില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണുന്നത് പ്രശ്നമാണ്, നഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു കേട്ടോ, അത് നല്ല കാര്യമാണ്. ഈ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, അനങ്ങത്തില്ല. ഇപ്പം നമ്മൾ ഈ കാണുന്നുണ്ട് ഈ കത്തോലിക്ക പള്ളി, പ്രത്യേകിച്ച് ആലപ്പുഴ പൂങ്കുന്നം പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വലിയൊരു യേശുവിൻ്റെ പ്രതിമയുണ്ട്. ദുഃഖവെള്ളിയാഴ്ച അവരതെടുത്ത് കുളിപ്പിക്കുക, പൂ വെക്കുക, കരയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. 364 ദിവസവും ആ യേശുവിനെ കൊണ്ട് ഒരു ശല്യവും. ആലപ്പുഴയിലെ പൂങ്കുന്നം പള്ളിയുടെ തട്ടുപുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ അതവിടെ ഇരുന്നോളൂ, വെച്ചിടത്ത് ഇരുന്നിടത്ത്. അപ്പം ഇങ്ങനെയുള്ള ക്രൂശ് രൂപങ്ങൾ ഒരു ശല്യം ഉണ്ടാക്കില്ല. അപ്പം കത്തോലിക്കരുടെ കർത്താവ് പൊതുവെ നിരുപദ്രവകാരിയാണ്. എവിടെയെങ്കിലും ആണിയലോ ഭിത്തിയലോ ഒക്കെ ഇരുന്നോളൂ. പെന്തക്കോസ്തുകാരുടെ യേശുവിനെ കൊണ്ട് കുഴപ്പമില്ല, പുസ്തകത്തിനകത്ത് ഇരുന്നോളൂ. അത് പുസ്തകത്തിലെ യേശുവും ഭിത്തിയിലെ യേശുവും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനെയാണ് പോപ്പുലർ ജീസസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് ഞാൻ പറയുന്നു. ചരിത്രത്തിലെ യേശുവാണ്. ഹിസ്റ്റോറിക്കൽ ജീസസിനെ പ്രസംഗിക്കുകയാണ്, ആരാധിക്കുന്നു, യേശു ആരാധനയുണ്ട്. അതുപോലെ യേശുവിനെ പിൻപറ്റുന്നു, ജീസസ് ഫാൻസ്. ഹിസ്റ്റോറിക്കൽ ജീസസിനെയാണ് പൊതുവെ ആളുകൾക്ക് താല്പര്യം. ഹിസ്റ്റോറിക്കൽ ജീസസിനെ പ്രസംഗിക്കുക. അനന്തരം അവൻ കഫർനഹൂമിലേക്ക് പോയി.
ബൈബിളിനെ യേശുവിനെ വായിക്കണ്ടെന്നോ പഠിക്കണ്ടെന്നോ മനസ്സിലാക്കേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഹിസ്റ്റോറിക്കൽ ജീസസ് ആണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു പദം നിങ്ങൾ പരിചയിക്കേണ്ടത് കോസ്മിക് ക്രൈസ്റ്റ് ആണ്. എന്താണ്? വിശ്വപുരുഷനായ ക്രിസ്തു. വിശ്വപുരുഷനായ ക്രിസ്തു, അതായത് ഹിസ്റ്റോറിക്കൽ ജീസസ് അഥവാ ചരിത്രത്തിലെ യേശു അല്ലെങ്കിൽ പുസ്തകത്തിലെ യേശു എന്ന് പറയുമ്പോൾ അത് അവതാരമാണ്. എന്നാൽ കോസ്മിക് ക്രൈസ്റ്റ് അത് വിശ്വരൂപമാണ്, വിരാട സ്വരൂപമാണ്. അപ്പൊ ഈ കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ പരിമിതികളില്ല. കോസ്മിക് ക്രൈസ്റ്റ് എല്ലായിടത്തുമുണ്ട്, എല്ലാത്തിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. ദാറ്റ് ഈസ് കോസ്മിക് ക്രൈസ്റ്റ്. ഈ ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പെന്റക്കോസ്റ്റൽ, കരിസ്മാറ്റിക് അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവര് പ്രസംഗിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ജീസസിനെയാണ്. എന്നിട്ട് അവര് യേശുവിനെ സ്വീകരിക്കുന്നു. യേശു എന്റെ ഹൃദയത്തിൽ വരണമേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇവര് ഭാവനയെ കാണും. ഈ താടിയും മുടിയും ഒക്കെ നീട്ടി കുപ്പായിട്ട് ഈ ചെരുപ്പിന്റെ വാറൊക്കെ മുറുക്കി കെട്ടിയ യേശു നമ്മൾ സിനിമകളിലും ചിത്രങ്ങളിലും ഒക്കെ കണ്ട് നമുക്ക് പരിചയമുള്ള ഒരു യേശു രൂപം. അതിങ്ങനെ നടന്നിട്ട് അതിന് വലിപ്പം കുറഞ്ഞ് മിനിയേച്ചർ രൂപപ്പെട്ടിട്ട് ഈ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ യേശു കുനിഞ്ഞ് ഇങ്ങനെയൊക്കെ. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ പോലും അങ്ങനെ ഭാവനയെ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ കമന്റ് ഇടുക, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ ഇത് ഈ പറഞ്ഞ ഈ തെറ്റായ പഠിപ്പിക്കല് ആളുകളുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഒരു സങ്കല്പമാണത്. കാരണം ഈ താടിയും മുടിയൊക്കെ നീട്ടിയ യേശു ഹൃദയത്തിലിരിക്കുന്നു. യേശു ഹൃദയത്തിലുണ്ടോ? ഇപ്പൊ ഹൃദയം തുറന്ന് കണ്ടാലും ഞാൻ ഹൃദയത്തിന്റെ കവാടത്തിങ്കിൽ നിൽക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കും. അപ്പൊ ഹൃദയ കവാടം തുറക്കൂ, സ്നേഹനാഥനായ യേശുവിനെ എതിരേൽക്കൂ, ഇതാ യേശു വരുന്നു. അപ്പൊ യേശുവിനെ സ്വീകരിക്കുക. അപ്പൊ ആ ഒരു രൂപത്തില് പല ആളുകളും ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഈ പ്രകാരമുള്ള ഈ കുപ്പായം ഇട്ട ഇങ്ങനെ ഒരു കർത്താവ് വന്നിട്ട് ഹൃദയത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. അത് ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച യേശുവാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം അദ്ദേഹത്തിന്റെ രൂപം. പക്ഷേ കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വിശ്വപുരുഷനാണ്, വിശ്വപുരുഷനായ ക്രിസ്തുവാണ്. അത് എൻറ്റയർ യൂണിവേഴ്സിൽ മനുഷ്യ ചരിത്രത്തിൻ്റെയോ സഭാചരിത്രത്തിൻ്റെയോ പരിധികളിലോ പരിമിതികളിലോ നിൽക്കാത്ത, അപ്പൊ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ക്രിസ്തുവിന്റെ ദർശനത്തെയും സംബന്ധിച്ചുള്ള ഒരു വിശ്വധാരണ, ഒരു കോസ്മിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് കോസ്മിക് ക്രൈസ്റ്റിനെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്നത്. ഈ ക്രിസ്തുവിന്റെ സകല സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ അവിടെ വിവക്ഷിക്കുന്നത്. കേവലം മനുഷ്യവർഗവുമായിട്ട് മാത്രമല്ല, നോട്ട് ജസ്റ്റ് വിത്ത് ഹ്യൂമാനിറ്റി. ഇപ്പോ പെന്തക്കോസ്തു വിഭാഗത്തിലൊക്കെ പെട്ട ആളുകള് ക്രിസ്തുവിനെ മനുഷ്യവർഗത്തോട് തന്നെ ബന്ധിക്കുന്നില്ല, അവരോട് മാത്രമേ ബന്ധിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാട് പാലിച്ച് സ്തോത്രം ചെയ്ത് ജീവിക്കുന്ന ജനത്തിന്റെ സ്വന്തമാണ് യേശു. അവരുമായിട്ട് മാത്രം ബന്ധമുള്ളൊരു യേശു.
കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതല്ല. അചേതനമെന്ന് നമ്മൾ കരുതപ്പെടുന്ന ഗോളങ്ങൾ, മിന്നൽ പിണരുകൾ, ഉൽക്കകൾ, ധൂമകേതുക്കൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, ഗാലക്സികൾ, എല്ലാ പ്രകൃതിയിലെ എല്ലാ സസ്യജാലങ്ങളും, ജന്തുവിഭാഗങ്ങളും, പർവ്വജാതിയും, അട്ടയും ഒട്ടയും പുഴുവും കൃമിയും കീടവും ചേതനവും സചേതനവുമായ സകലതും, ദൃശ്യാദൃശ്യങ്ങളായ സകലതും, അവ മുഴുപ്രപഞ്ചവുമായി, മുഴുപ്രപഞ്ചത്തിലെ ഓരോ അണുവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കോസ്മിക് ക്രൈസ്റ്റ്. അപ്പൊ കോസ്മിക് ക്രൈസ്റ്റിനെ മനസ്സിലാക്കുന്നതാണ് റെവലേഷൻ. ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പൊ നോവിങ് ഓർ ലേണിംഗ് ഹിസ്റ്റോറിക്കൽ ജീസസ്, ലേണിംഗ് അബൌട്ട് ഹിസ്റ്റോറിക്കൽ ജീസസ്, that is just an introduction. അല്ലെ ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു എൻട്രൻസ് മാത്രമാണ് ഈ ചരിത്രത്തിൽ യേശുവിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കോസ്മിക് ക്രൈസ്റ്റിലേക്കാണ് വരേണ്ടത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബിലൊരു യൂട്യൂബർ സാജു തോമസുമായിട്ട് ഞാനൊരു ചർച്ചയ്ക്ക് പോയി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്നത് സമഗ്രമാണ്, സാർവത്രികമാണ്, സമ്പൂർണമാണ്. അദ്ദേഹത്തെ ആദ്യം കേൾക്കുകയാണ്, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. അപ്പം മൃഗങ്ങൾക്കൊക്കെ രക്ഷയുണ്ടോ? ഇതാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് രക്ഷയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ക്ലബ് ഹൗസിൽ വന്നു. അത് എന്നെ പരിഹസിച്ച് ചോദിച്ചു, മനുഷ്യന്റെ മലം വിസർജ്യമാണ്, മലിനമാണ്, അവിടെയൊക്കെ നിങ്ങളുടെ യേശു ഇരിക്കുമോ? ഓരോരോ സംശയങ്ങളാണ്, കാക്കയുടെ സംശയമാണ്. അപ്പൊ അതിന്റെ റെക്കോർഡിങ് ആ ക്ലബ് ഹൗസ് കിടപ്പുണ്ട്. മനുഷ്യ വിസർജ്യത്തിൽ നിന്നും, മൃഗത്തിന്റെ വിസർജ്യത്തിൽ നിന്നും, വേസ്റ്റിൽ നിന്നും ഒക്കെ ഇപ്പോൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ദൈവസാന്നിധ്യം ഇല്ല എന്ന് പറയുന്നത്? അപ്പം അദ്ദേഹം പറയാണ്, അത് ഊർജം ഒരു സൃഷ്ടിയല്ലേ? ആണോ? ഊർജം സൃഷ്ടിയാണോ? ഊർജത്തെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല എന്നല്ലേ സയൻസ് പഠിപ്പിക്കുന്നേ, അല്ലെ പഠിക്കുന്നത്. സ്കൂളിലൊക്കെ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കാത്ത ഒന്ന്, ദാറ്റ് ഈസ് എനർജി. ആ എനർജി എല്ലായിടത്തുമുണ്ട്, ഊർജം എല്ലായിടത്തുമുണ്ട്. അപ്പൊ കോസ്മിക് ക്രൈസ്റ്റിനെ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ക്രിസ്തുവിനെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുമ്പോൾ ലോഗോസ്, ഇൻ ദ ബിഗിനിങ് വാസ് ദ ലോഗോസ്. In the beginning was the Word, and the Word was with God, and the Word was God. അങ്ങനെ പറയും. സകലവും അവൻ മുഖാന്തരമുളവായി. All things were made by him, and without him was not anything made that was made. ഇവിടെയാണിപ്പം ഈ ഹിസ്റ്റോറിക്കൽ ജീസസിലൂടെയാണ് എല്ലാം ഉളവായതെന്ന് പറയുമ്പോൾ
ഇപ്പൊ ഈ വാക്യം വെച്ചിട്ട് ഹിസ്റ്റോറിക്കൽ ജീസസിനെ അറിയത്തുള്ളൂ, അത് വെച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയാണിപ്പോ ഈ പലയിടത്തും പരിഹാസ്യരായി പോകുന്നത്. യഹോവ സാക്ഷിക്കാരുടെയും മുസ്ലിമുകളുടെയും നാസ്തികരുടെയും ഒക്കെ മുമ്പിൽ ക്രൈസ്തവര് പലപ്പോഴും ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ വാക്യം എടുക്കുമ്പോൾ അവർ ചോദിക്കും, യേശുവാണോ സൃഷ്ടിച്ച്? ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ജീസസ്. ചരിത്രത്തിലെ യേശു അല്ലെങ്കിൽ പുസ്തകത്തിലെ യേശു. വി ആർ ടോക്കിംഗ് അബൌട്ട് കോസ്മിക് ക്രൈസ്റ്റ്. കോസ്മിക് ക്രൈസ്റ്റ് സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. All things were made by him and made through him and made for him and made it was from him. എത്ര സ്റ്റേറ്റ്മെന്റ് ആണെന്നറിയോ കോസ്മിക് ക്രൈസ്റ്റിനെ കുറിച്ച് പറയും. സകലത്തെയും അവൻ ഹോൾഡ് ചെയ്യുന്നു. ഹി ഹോൾഡ്സ് എവരിത്തിങ് ടുഗദർ. He holds everything together. Everything is interconnected. Everything is interconnected and everything is connected internally. ആന്തരികമായി സകലതും പരസ്പര ബന്ധിതമാണ്. പരസ്പരം ബന്ധിക്കപ്പെടാതെയും ബന്ധപ്പെടാതെയും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഒരു ധൂളി പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഈവൻ എ സിംഗിൾ ഡസ്റ്റ്. അങ്ങനെ പലപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും. നമ്മളിങ്ങനെ പോകുന്ന പൊടി, പറന്നു പോകുന്ന പൊടി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. Everything is interconnected and everything is connected internally. എല്ലാം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ എല്ലാത്തിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോസ്മിക് ക്രൈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് കൊലാസ്യലേഖനത്തിൽ പറയുന്നത്, ഹി ഈസ് ദ ഇമേജ് ഓഫ് അൺസീൻ ഗോഡ്, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ അടുത്തത് പറയാണ്, ഓൾ തിങ്സ് ഹാവ് ബീൻ മെയ്ഡ് ത്രൂ ഹിം, മെയ്ഡ് ബൈ ഹിം. മനസ്സിലായി? ഒറ്റ വാക്യത്തിൽ ഈ രണ്ട് കാര്യം പറയുകയാണ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുന്നില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുക, ഹിസ്റ്റോറിക്കൽ ജീസസിനെയും കോസ്മിക് ക്രൈസ്റ്റിനെയും. ഞാൻ ഇന്നലെ ജീസസ് ഓഫ് ടുഡേയെ പറ്റി പറഞ്ഞു. അപ്പൊ അതിന് പല ആളുകളും സംശയം ചോദിച്ചു, ജീസസ് ഓഫ് ടുഡേ. അപ്പൊ ഇന്നിന്റെ യേശു ഉണ്ട്, ചരിത്രത്തിലെ യേശു ഉണ്ട്, വിശ്വപുരുഷനായ ക്രിസ്തു ഉണ്ട്, നിത്യപുത്രൻ ഉണ്ട്, ദൈവത്തിന്റെ നിത്യപുത്രൻ. അപ്പൊ ഇത് നാലും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത് നാലും നമ്മൾ മനസ്സിലാക്കണം. ഇറ്റേണൽ സൺ ഓഫ് ഗോഡ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ ട്രിനിറ്റി, ആ ഹോളി ട്രിനിറ്റിയിലെ സൺ ഓഫ് ഗോഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഇറ്റേണൽ സൺ ഓഫ് ഗോഡ്. ക്രിയേഷനുമായിട്ട് നമ്മൾ ബന്ധിക്കുമ്പോൾ കോസ്മിക് ക്രൈസ്റ്റ്, ത്രൂ ഹിം ഓൾ തിങ്സ് വെയർ മെയ്ഡ്, ദാറ്റ് ഈസ് കോസ്മിക് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ ലോഗോസ്. Then the incarnation of the logos that had happened in Holy Mary. പരിശുദ്ധ മറിയത്തിൽ ആ ഇൻകാർണേഷൻ സംഭവിച്ചു. അവിടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ജീസസിനെ കിട്ടി. Then what? Then ആ യേശു പറയുന്നു, നിങ്ങളുടെ അടുത്ത് നിസ്സഹായനായിട്ടിരിക്കുന്ന, നിങ്ങളെക്കാൾ താഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ?
ആ വ്യക്തി ഞാനാണ്. അതാണ് യേശു. അപ്പോൾ ഇന്നിൻ്റെ യേശു, ദ ജീസസ് ഓഫ് ടുഡേ, ചരിത്രത്തിലെ യേശു മുറിവേറ്റവനാണ്, വിധിക്കപ്പെട്ടവനാണ്, ക്രൂശിക്കപ്പെട്ടവനാണ്, അല്ലേ? പരിഹസിക്കപ്പെട്ടവനാണ്, നിന്ദിക്കപ്പെട്ടവനാണ്, നഗ്നനാക്കപ്പെട്ടവനാണ്. നിങ്ങൾക്കറിയോ, യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ലോകം ആ യേശുവിനെ കണ്ടില്ല, അല്ലേ? ഇപ്പം ഞാനായിരുന്നു യേശുവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം പീലാത്തോസിനെ കാണാൻ വേണ്ടി പോകും. പിന്നെ മുറി അടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ മുറി അടച്ചിരിക്കുന്ന ഹെരോദാവിൻ്റെ അടുത്തും മുറി അടച്ചിരിക്കുന്ന പീലാത്തോസിൻ്റെ അടുത്തും ഒക്കെ പോകാമല്ലോ. പീലാത്തോസിൻ്റെ ബെഡ്റൂമിലോട്ട് ചെന്ന് പീലാത്തോസ് വെളുപ്പിന് എഴുന്നേറ്റ് വരുന്നില്ല, ആ കസേര വലിച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്, എന്നിട്ട് കാര്യമേ കാലൊക്കെ കയറ്റി വെച്ച് ഇപ്പം എങ്ങനെയുണ്ട്, എന്തായി? പിന്നെ കയ്യാഫാസിൻ്റെ അടുത്ത്, പിന്നെ അന്നാസിൻ്റെ അടുത്ത്. നല്ല ശേലല്ലേ? അവിടെയൊന്നും പോയില്ല. പിന്നെ അവനെ ക്രൂശിക്കാമെന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ച ആളുകളുടെ മധ്യേ, ജെറുസലേം ദേവാലയത്തിലെ ആൾക്കൂട്ടത്തിന്റെ നടുക്ക്, ആദ്യ വല്ല പെരുന്നാൾ നടക്കുക യെരുശലേമിൽ, നല്ല ആൾക്കൂട്ടം ഉണ്ട് അവിടെ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നോ. അപ്പൊ യേശുവിന്റെ വിജയം, അല്ലെങ്കിൽ ജയാളിയായ ക്രിസ്തു, വിക്ടോറിയസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് സഭയ്ക്ക് മാത്രം ഉള്ള വെളിപ്പാടാണ്. ലോകം കാണുന്നത് മുറിവേറ്റ ക്രിസ്തുവിനെയാണ്. തന്നെ അങ്ങനെയേ ലോകം കാണാവുള്ളൂ എന്നാണ് കർത്താവ് മനസ്സിലാക്കുന്നത്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോ ഇന്നിപ്പോ യേശുവിനെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? യോഹന്നാസ്ലീഹ പറയാണ്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു. എത്ര ഭാഗ്യവാന്മാരാണ് അവരൊക്കെ! അവർക്കൊക്കെ യേശുവിനെ കാണാൻ പറ്റി, യേശുവിനെ തൊടാൻ പറ്റി, യേശുവിനെ കേൾക്കാൻ പറ്റി. ഈ 2024 നവംബർ മാസത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുമോ? യേശുവിനെ കേൾക്കാൻ പറ്റുമോ? യേശുവിനെ തൊടാൻ പറ്റുമോ? അവിടെയാണ് യേശു പറഞ്ഞേ, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാളെ സ്നേഹത്തോടെ സ്പർശിച്ചാൽ നിങ്ങൾ സ്പർശിക്കുന്നത് യേശുവിനെയാണ്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ റവലേഷനിലേക്ക് കണ്ണുകൾ തുറക്കുമ്പോൾ, അപ്പോൾ മാത്രമേ നിങ്ങളിൽ വസിക്കുന്ന ആ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പ്രയോജനമില്ല. നിങ്ങളിൽ വസിക്കുന്നു ആ ക്രിസ്തു സാന്നിധ്യം. അപ്പൊ ആ ക്രിസ്തു സാന്നിധ്യത്താൽ നിങ്ങൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ഇപ്പൊ നമ്മൾ പിന്നെ ആഗ്രഹിക്കുകയാണ്, കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്, ഡ്രം അടിക്കുന്നു, കൈയടിക്കുന്നു, ഇല്ലാത്ത ബഹളമൊന്നും. യേശുവേ ഒരു ദർശനം തരണമേ, വെളിപ്പെടണമേ, യേശുവേ വെളിപ്പെടണമേ. ഇപ്പൊ തുടങ്ങും, ഡിസംബർ ആകുമ്പോൾ എല്ലായിടത്തും പ്രാർത്ഥനയാണ്. ആണ്ടവസാന പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരാഭാസം. വർഷം എന്താണ്, എന്ത് വർഷമാണ് അവസാനിക്കുന്നത്? അങ്ങനെ വർഷമൊന്നും അവസാനിക്കുന്നൊന്നുമില്ല. ഋതുചക്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ കണക്കുകൂട്ടലിന് വേണ്ടിയാണ് വർഷങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പുതുക്കമാണ്. ഒരു വർഷം തീരാൻ പോണു, അടുത്ത വർഷം തുടങ്ങാൻ പോണു. അപ്പോഴേക്കും ഈ വർഷത്തിന്റെ അവസാനം ഒരു ഭയങ്കര പ്രാർത്ഥനയാണ്. ആരെയാണ് നിങ്ങൾ ഇതുകൊണ്ടൊക്കെ കളിപ്പിക്കാൻ നോക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം,
കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവാണ്. മുഴുപ്രപഞ്ചത്തിലും ഓരോ അണുക്കളിലും ഓരോ ജീവബിന്ദുക്കളിലും ഓരോ സ്ഫുരണങ്ങളിലും ഈ ക്രിസ്തു ഉണ്ട്. ദാറ്റ് ഈസ് കോസ്മിക് ക്രൈസ്റ്റ്. ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് പറഞ്ഞാൽ 2000 വർഷം മുമ്പ് മറിയത്തിന്റെ മകനായി ജനിച്ച, മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിച്ച, ജെറുസലേമിൽ ജൂതന്മാരോട് അവരുടെ മതം പരിഷ്കരിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച, അവരുടെ ഇടയിൽ റബി എന്ന് വിളിക്കപ്പെട്ട യേശു. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ജീസസ്. പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട ആ യേശു. ജീസസ് ഓഫ് ടുഡേ, ഇന്നത്തെ യേശു എന്ന് പറഞ്ഞാൽ ജീസസ് ഓഫ് ടുഡേ അത് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെക്കാൾ എളിയവർ, താഴ്ന്നവർ, പതിതർ, പാർശ്വവൽകൃതർ, തിരസ്കൃതർ, അപമാനിതർ, അരികുവൽക്കരിക്കപ്പെട്ട ഓരോ വ്യക്തികളും, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, ജീവിതത്തിന്റെ ഇരുണ്ട വഴികളിലൂടെ മാത്രം നടക്കുന്നവർ, അവരിലെല്ലാം നിങ്ങൾക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയും, യേശുവിനെ കണ്ടെത്താൻ കഴിയും. അവരിൽ നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളൊരു മന്ത്രവാദം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യേശുനാമത്തിലുള്ള ആഭിചാര ക്രിയയാണ് പെന്റക്കോസ്റ്റലിസം. ഞാനീ പറയുന്നതിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഉദിഷ്ടകാര്യ ലബ്ധിക്കായും ശത്രു നിഗ്രഹത്തിനായും വിജയപ്രാപ്തിക്കായും കാര്യസാധ്യത്തിനായും അഭീഷ്ടസിദ്ധിക്കായും എന്നൊക്കെ പറഞ്ഞ് പല ആഭിചാര ക്രിയകളുണ്ട്, മന്ത്ര തന്ത്ര കർമ്മങ്ങളുണ്ട്, താന്ത്രിക കർമ്മങ്ങൾ. അപ്പൊ എന്നൊക്കെ പറയുന്നത് പോലെ മാത്രം ഇപ്പൊ കരിസ്മാറ്റിക് പ്രയേഴ്സ്, പെന്റക്കോസ്റ്റൽ പ്രയേഴ്സ്, പെന്തക്കോസ്റ്റിൽ പോകുന്ന അല്ലെങ്കിൽ നൂജൻ സഭകൾ എന്ന് വിളിക്കപ്പെടുന്നിടത്തൊക്കെ പോകുന്ന നിങ്ങൾ പോകുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല. കാരണം നിങ്ങൾ പോകുന്നത് മറ്റുള്ളവന്റെ അവകാശത്തെ ഓവർ റൈഡ് ചെയ്യാനാണ്. മനസ്സിലായി? ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ജോലി കിട്ടാൻ വേണ്ടി പോയി പ്രാർത്ഥിക്കാണ്. തെറ്റാണോ? തെറ്റല്ലല്ലോ, ജോലി കിട്ടുന്നല്ലേ. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ഈ ജോലിക്ക് നിങ്ങളെക്കാൾ അർഹതയും അവകാശവും ഉള്ള മറ്റ് അപേക്ഷാർത്ഥി ഉണ്ടെങ്കിലും ആ അപേക്ഷാർത്ഥിയുടെ അപേക്ഷാ പരിശോധകന്റെ കണ്ണിൽപ്പെടാതെയോ ഒക്കെ ഇപ്പൊ ഒരു കാറ്റടിച്ചാലും മതി അവന്റെ അപേക്ഷ താഴെ. ഇതൊക്കെയാണ് പെന്റക്കോസ്തുകാർ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളെക്കാൾ യോഗ്യതയുള്ള, നിങ്ങളെക്കാൾ അർഹതയുള്ള, നിങ്ങളെക്കാൾ അവകാശമുള്ള ഒരു അപേക്ഷകന്റെ അപേക്ഷ മേശപ്പുറത്ത് ഇരിക്കുമ്പോൾ ഫാന്റെ കാറ്റടിച്ചിട്ട് ആ അപേക്ഷ മേശക്കീഴിലേക്ക് പോയി. അടുത്തത് നിങ്ങളുടെയാണ്, നിങ്ങൾ ആവറേജ് മാർക്കുള്ള ആളാണ്, നിങ്ങൾക്ക് അത്രയ്ക്ക് അർഹതയും യോഗ്യതയും ഒന്നുമില്ല എങ്കിലും ആബ്സെൻസ് ഓഫ് ദാറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മെമ്മോ അയക്കുകയാണ്, നിങ്ങൾക്ക് ജോലി കിട്ടുകയാണ്. കർത്താവിന് സ്തോത്രം, എനിക്ക് ഈ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാക്ഷ്യങ്ങളൊക്കെ അപ്പൊ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകളുടെ സാക്ഷ്യമുണ്ട്. ഒരു ടീച്ചർ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഞാനൊരു പൊട്ടിയായിരുന്നു, പക്ഷെ ഞാൻ ചുമ്മാ ടിക്കറ്റ് ഞാൻ ജയിച്ചു, ഇപ്പൊ ഞാൻ ടീച്ചറാണ്. ആ പിള്ളേരുടെ ഒരു ഗതികേട്. അപ്പോ സത്യത്തിൽ ഇവരൊരു ട്രൂ ക്രിസ്ത്യൻ ആണ് പ്രാണി. ഈ ജോലിക്ക് എനിക്ക് അവകാശമില്ല, പറയാൻ പറ്റുമോ? ആ കുട്ടികൾ എന്നേക്കാൾ നല്ലൊരു ടീച്ചറിനെ അർഹിക്കുന്നു. ഒരു ട്രൂ ക്രിസ്ത്യൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ കാറ്റടിച്ച് മേശന് താഴെ പോകുന്നു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചെന്ന് പറയണ, സാർ ഇതേ ഒരു ആപ്ലിക്കേഷൻ താഴെ പോയി, ഇതുകൂടെ ഒന്ന് നോക്ക്. പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത്രയും സ്വാർത്ഥരാണ്, നമ്മൾ ഭയങ്കര സ്വാർത്ഥരാണ്. അപ്പം ഈ സ്വാർത്ഥതയെ എന്ത് ചെയ്യാണ്? താലോലിച്ചുകൊണ്ട് സ്വാർത്ഥപരമായ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും അത് സിദ്ധിക്കേണ്ടതിന് യേശുനാമത്തിൽ നടത്തുന്ന ആഭിചാര ക്രിയയുടെ പേരാണ് പെന്റക്കോസ്റ്റലിസം ഓർ കരിസ്മാറ്റിസം.
നിങ്ങൾ ആഭിചാരകന്മാരാണ്. ഉയ്യോ! ആണോ? ആഭിചാരമല്ലാതെ മറ്റെന്താണ്? നിങ്ങൾ എനിക്ക് അതിന്റെ പേര് പറ. നിങ്ങൾ നടത്തുന്നത് ആഭിചാരമല്ലെങ്കിൽ അതെന്താണെന്ന് പറ. അല്ലേ, നീതി നിഷേധിക്കുന്നതാണ് ആഭിചാരം. അർഹതപ്പെട്ടതേ ആഗ്രഹിക്കാവൂ, അർഹതപ്പെട്ടതാണ് മേടിക്കേണ്ടത്. അപ്പോൾ അനർഹമായതിനെ എന്ത് ചെയ്യാണ്? തട്ടിയെടുക്കുകയാണ്. അപ്പൊ അർഹിക്കുന്ന ആളുകളിൽ നിന്ന് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപഹരിക്കുന്നു. അതിനെയല്ലേ കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്നേ. അപ്പൊ അതെന്തുമാട്ടെ, ഏത് മാർഗം ഉപയോഗിച്ചാണെങ്കിലും, അപ്പൊ അതിനെയാണ് ആഭിചാരം എന്ന് പേര് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്താണ്? മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കുവാൻ, അത് നിങ്ങൾക്ക് കൊണ്ടുതരാൻ ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവനാമത്തിൽ, അല്ലെ യേശുനാമത്തിൽ ആഭിചാരം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന അതാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നിങ്ങൾക്ക് യേശുവുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. എന്നിട്ട് ആളുകളോട് പറയുക, കാരണം നിങ്ങളുടെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ആഫ്രിക്കൻ ഗോത്രങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന മന്ത്രവാദമാണ്. വേട്ടമൃഗങ്ങളെ ആകർഷിക്കാനും ഒക്കെ അവർ ചൊല്ലിയിരുന്ന മന്ത്രങ്ങളാണ്. പിന്നീട് അതെന്ത് ചെയ്യാണ്? യേശുക്രിസ്തു എന്ന് പറയുന്ന പോപ്പുലറായ, വളരെ സ്വീകാര്യതയുള്ള ഒരു ചരിത്ര പുരുഷന്റെ പേരിൽ അതിനെ ബ്രാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? വർദ്ധിച്ച സ്വീകാര്യത ഉണ്ടാകുന്നു. നമ്മളെന്തിനാണ് ഓരോ പ്രോഡക്റ്റൊക്കെ സിനിമാ നടിയുടെ ഒക്കെ പടം വെച്ച്, അല്ല സിനിമാ നടന്മാരുടെ, ഇപ്പം മോഹൻലാലിന്റെ പടം വെച്ചുള്ള പ്രോഡക്റ്റ് നമുക്കറിയാം. റാം രാജ് മുണ്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജയറാമിന്റെ പടം വെക്കുന്നു. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ റാം രാജ് മുണ്ടുകൾ, അപ്പൊ ജയറാം ഏട്ടനൊക്കെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ ആളുകൾ മേടിച്ചത്. അല്ലെങ്കിൽ നമ്മൾ കല്യാൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ കാവ്യ മാധവൻ, നവ്യ നായർ, മഞ്ജു വാര്യർ, മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഇവരെല്ലാം ഓരോ ബ്രാൻഡ് അംബാസിഡർ. അതിന് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയും. അപ്പോൾ ഈ ആഫ്രിക്കൻ മന്ത്രവാദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇപ്പൊ യേശുവിനെ നിയമിച്ചു. യേശുവിനൊന്ന് സന്തോഷമായി. അറിഞ്ഞോ? അപ്പൊ നിങ്ങൾ യേശുവിന് കൊടുത്ത സ്ഥാനം എന്താണ്? യേശുവിനെ ആഫ്രിക്കൻ മന്ത്രവാദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കി. സ്വാർത്ഥത, ജഡീക താല്പര്യങ്ങൾ, ധനമോഹം, അധികാരമോഹം, ഇങ്ങനെയുള്ള അങ്ങേയറ്റം ക്രൈസ്തവ വിരുദ്ധമായ ലക്ഷ്യങ്ങളെ നേടുവാൻ യേശുവിനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അത് നിങ്ങൾ പഠിപ്പിക്കുകയും ആ തരത്തിലുള്ള കർമ്മങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിലാണ്. നിങ്ങളെ ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് പോകുന്നവർ ചിന്തിക്കണം, ഇത് യേശു കർത്താവ് അറിഞ്ഞാൽ സമ്മതിക്കുന്ന കാര്യമാണോ? അങ്ങേരുടെ പേരിലാണിത്. ശാസിക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊട്ടാരക്കരയിലെ ആ സഹോദരൻ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എനിക്ക് പൈസ തരാത്തവരോട് പിണക്കമെന്ന് പറഞ്ഞത്, എൻ്റെ പണപ്പിരിവിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ നന്മകളെല്ലാം ഞാൻ മുടക്കുകയാണ്. അതിനുള്ള അധികാരമൊക്കെ തനിക്കുണ്ട്, ശക്തിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നന്മകളെ മുടക്കുന്ന, മറ്റുള്ളവർക്ക് അർഹിക്കുന്നതിനെ നിഷേധിക്കുന്ന, കാരണം തനിക്ക് ഹഫ്ത തന്നില്ലെങ്കിൽ, ഈ ബോംബെയിലൊക്കെ ഈ അധോലോകത്തിന്റെ പിരിവുണ്ട്, അപ്പൊ അവർക്ക് ഹഫ്ത കൊടുത്തെങ്കിലേ അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആത്മീക ലോകത്തിലെ ഹഫ്ത പിരിവുകാരാണ് ഇവര്. ആത്മീക ലോകത്തിൽ ഇവര് ഹഫ്ത പിരിക്കുകയാണ്, ഗുണ്ടായിസമാണ്, ആത്മീക ഗുണ്ടായിസം. ഇവര് പറയും ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന യേശുവിന്റെ നാമത്തിലാണ്. ഇത് ഏത് യേശുവിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്?
ഇതാ ഞാൻ പറഞ്ഞു, ഇവര് ഹിസ്റ്റോറിക്കൽ ജീസസിനെ ഇവരുടെ ബ്രാൻഡിന്റെ അംബാസഡറായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥനകൾ, യേശുനാമത്തിലുള്ള കൽപ്പനകൾ, യേശുനാമത്തിലുള്ള പൂജകൾ, മന്ത്രങ്ങൾ, താന്ത്രിക വിധികൾ, ഇതൊക്കെ നടത്തുന്നത് യേശുവിന്റെ നാമത്തിൽ. ഇവിടെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യഥാർത്ഥ വർഷിപ്പ്, ഞാനിപ്പോ പലപ്പോഴും പറയുന്നല്ലോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. അപ്പൊ സമ്പൂർണവും സമഗ്രവും സാർവത്രികവുമായ ബന്ധാധിഷ്ഠിത ആരാധന, അതാണ് ട്രൂ ക്രിസ്ത്യൻ വർഷിപ്പ്. അവിടെ പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. അപ്പൊ പറയണം ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ഫുള്ളി കവേർഡാണ്, ഫുള്ളി കവേർഡ്. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ. അപ്പൊ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും, കാണപ്പെടുന്നതും കാണപ്പെടാത്തതും, സകല ബിന്ദുക്കളിലും, എല്ലാ അണുക്കളിലും, എല്ലാ ജീവകോശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം, ദാറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് കോസ്മിക് ക്രൈസ്റ്റ്. കണ്ടോ? ഈ ബോധോദയത്തിലേക്ക് ഉയരുകയാണ്. അപ്പൊ അവിടെ ഈ സില്ലി മാറ്റേഴ്സ് ഒന്നുമില്ല. അവിടെ ഈ മോളുകുട്ടിയുടെ സ്ഥലം മാറ്റം, ബ്ലസി മോളുടെ വയറ്റുവേദന, ചോക്കുട്ടന്റെ വിസ, എന്തെല്ലാം വിഷയങ്ങളാണ്. ഇതൊന്നും അവിടെ വിഷയമല്ല. അപ്പൊ ഉന്നതവും ഉദാത്തവും സാർവത്രികവും സമഗ്രവും ആയ ബന്ധാധിഷ്ഠിതമായ ആരാധനയാണ്, റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പാണ് ഞാൻ പറഞ്ഞ ഓൾ തിങ്സ് ആർ ഇന്റർ കണക്റ്റഡ്. അപ്പൊ അതിനെ നിങ്ങൾ ഒരുപക്ഷെ അചേതനം എന്ന് വിളിക്കുന്ന, ജീവനില്ലാത്തതെന്ന് വിളിക്കുന്ന, നിർജീവം എന്ന് വിളിക്കുന്ന വസ്തുക്കളും പ്രതിഭാസങ്ങളും എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഈ കോസ്മിക് ക്രൈസ്റ്റ് ഹോൾ ടുഗദർ ചെയ്യുന്നത്. അല്ലാതെ മനുഷ്യനെ മാത്രമല്ല. അപ്പൊ അവിടുന്നും പോന്നു ക്രിസ്ത്യാനികളെ മാത്രമല്ല, അവിടുന്നും പോന്നു രക്ഷിക്കപ്പെട്ട മുതിർന്ന സ്നാനപ്പെട്ടവര്, വേർപെട്ടവര്, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവര്. ഇങ്ങനെ ക്രൈറ്റീരിയ മാറി മാറി ഫിൽറ്റേഴ്സ് വെച്ച് 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 ഫിൽറ്റർ ഡൗൺ ആയിട്ട് ഇപ്പോ കുറച്ചൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ യേശുവ. അപ്പൊ എത്ര വികൃതവും എത്ര പരിമിതവും എത്ര ഇടുങ്ങിയതുമായ ഒരു ചിന്തയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ കർത്താവ് പഠിപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ആ ട്രൂ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ, വളരെ ഇപ്പം ഈ എനിക്കെതിരെ ഒത്തിരി ആളുകൾ പോസ്റ്റ് ഇടുന്നുണ്ട്, ഞാൻ കാണാറുണ്ട് പോസ്റ്റുകൾ. അതുപോലെ കമന്റ്സ് എഴുതാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലും വാട്സാപ്പിലും ഒക്കെ ഇങ്ങനെ. അത് അവർ ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ ചീത്തയാണ് എഴുതുന്നത്, ചുമ്മാ തെറി വിളിക്കാണ്. വേറെ ചില ആളുകൾ വളരെ താല്പര്യത്തോടെ എന്നെ ഉപദേശിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ തെറ്റിപ്പോയി, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ട്രൂ സ്പിരിച്വാലിറ്റി അവരാണ് ഹോൾഡ് ചെയ്യുന്നതെന്നാണ് ഈ പാവങ്ങൾ ചിന്തിക്കുന്നത്. എന്നിട്ട് അവര് മെസ്സേജ് അയക്കുകയാണ്, മടങ്ങി വരണം, തിരിച്ചു വരണം. എന്തിലേക്ക്? ഈ ദുർബലവും ബലഹീനവും പരിമിതവുമായ അവരുടെ ധാരണകളിലേക്കും അവരുടെ മൂല്യബോധങ്ങളിലേക്കും ഞാൻ എന്ത് ചെയ്യണം? താഴ്ന്ന് പോണം. വളരെ ഹീനവും വളരെ സ്വാർത്ഥപരവും വളരെ അധമവുമായ അവരുടെ വികാരങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും പൂരിപ്പിക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന പ്രാർത്ഥനാ സമ്മേളനങ്ങളിലെ പങ്കുകാരനോ കാഴ്ചക്കാരനോ ഒക്കെ ആയിട്ട് ഞാനും അണിചേരണം. അപ്പോൾ അവർ പറയും, ഇതാ മടങ്ങി വന്നിരിക്കുന്നു, ഇവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തെറ്റാണ്. ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയുള്ള വളരെ ഹീനമായ, അങ്ങനെ പറയത്തുള്ളൂ, വളരെ ഹീനമായ അധമമായ ആഭിചാര കർമ്മമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും അതിൽ നിന്ന് എന്ത് ചെയ്യണം? പിന്മാറണം. അത് ക്രിസ്ത്യാനിറ്റി അല്ല എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ പേര് ഷുവർലി അവിടെ ജീസസ് എഴുതി വെച്ചിട്ടുണ്ട്. ജീസസ്, അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഓ ജീസസ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ താങ്ക് യു ജീസസ്,
കം ജീസസ്, ആവോ യേശു ദേവ, വാവാ യേശുനാഥ എന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. കർത്താവെ വരണമേ, ഹൃദയത്തിൽ കടക്കണമേ, ഇവിടെ ഇരുന്നു. അപ്പൊ ഈ തരത്തിലുള്ള വളരെ അപഹാസ്യമായ ആത്മവഞ്ചനാപരമായ പ്രാർത്ഥനാ പ്രസ്താവനകളുമായിട്ട് ഈ കൂട്ടർ ആളുകളെ വഞ്ചിക്കുന്നു, സ്വയവും വഞ്ചിക്കുന്നു. അപ്പൊ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ മുതിർന്നു വരും എന്നാണ് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ മുതിർന്നു വരുന്ന ഈ തരത്തിലുള്ള അങ്ങേ അറ്റം പ്രതിലോമകരമായ, അങ്ങേയറ്റം വിനാശകരമായ ഈ ആത്മീകതയ്ക്ക് എതിരായിട്ട് സന്ധിയില്ലാത്ത സമരം ആണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള സോൾസ്, എൻലൈറ്റൻഡ് സോൾസ്, പ്രകാശം ലഭിച്ചിട്ടുള്ളവർ ഈ അന്ധകാരത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. വെളിച്ചവും ഇരുളുമായിട്ട് യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, നോ കോംപ്രമൈസ്. ഇപ്പം വെളിച്ചം പ്രകാശിക്കുക തന്നെ ചെയ്യും. അത് പ്രത്യേകിച്ച് ഇരുട്ടിനെ ഉപദ്രവിച്ചു എന്നൊന്നും അർത്ഥമില്ല. വെളിച്ചമാണത്. വെളിച്ചം വരുമ്പോൾ ഇരുളിന് മാറിയേ മതിയാകൂ. ഇരുൾ സ്വാഭാവികമായും വെളിച്ചത്തിന് വഴിമാറിക്കൊടുക്കും. ഇരുൾ സ്വാഭാവികമായിട്ടും വെളിച്ചത്തിന് വഴിമാറിക്കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എൻലൈറ്റൻഡ് സോൾസ് ആയിട്ട് ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾക്ക് എതിരായിട്ട് നിൽക്കുവാൻ, ഈ ഇരുട്ടിൽ വെളിച്ചം കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതൊരു ക്രിസ്തുമസ് സീസണിലേക്ക് നമ്മൾ പോവുകയാണ്. നവംബർ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ക്രിസ്തുമസിൻ്റെ സീസണാണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ട്രൂ മീനിങ് ഫുൾ ക്രിസ്മസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2000 വർഷം മുമ്പ് ഹിസ്റ്റോറിക്കൽ ജീസസ് ജനിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് ആ കോസ്മിക് ക്രൈസ്റ്റിന്റെ ദർശനം ഉണ്ടാവുക. അപ്പം വിശ്വപുരുഷനായ ക്രിസ്തുവിനെ കാണുക, ആ ക്രിസ്തുവിനെ സകലത്തിലും കണ്ടെത്തുക. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നമുക്ക് അറിയാം ഈ യേശുവിൻ്റെ ജനനം, ആ യേശുവിൻ്റെ ജനനത്തിൽ കാണുമ്പോൾ അതിൻ്റെ ഇമേജറീസ് ഉണ്ട്. നക്ഷത്രം വരുന്നു, നക്ഷത്രം കണ്ടോ? അതുപോലെ ആട്ടിടയന്മാർ വരുന്നു, കണ്ടോ? പശുവിൻ്റെ പുൽക്കൂട്ടിൽ കൊണ്ട് ശിശുവിനെ കിടത്തുന്നു. അപ്പം അത് നിങ്ങൾ നോക്കുക, എല്ലാത്തിനെയും ഇൻകോപ്പറേറ്റ് ചെയ്യാണ്, അല്ലേ? മാലാഖമാര്, സെലസ്റ്റിയൽ ബീയിങ്സ് വന്നിട്ട് പാട്ട് പാടുന്നു. അപ്പം നിങ്ങൾ നോക്കിയ സ്വർഗവും ഭൂമിയും ജന്തുലോകവും സസ്യലോകവും ഈ പറഞ്ഞ കോസ്മിക് വേൾഡ് മുഴുവൻ, അല്ലെ, ഈ യൂണിവേഴ്സ് മുഴുവൻ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ സ്റ്റാർ വരുന്നു. നിങ്ങൾ കണ്ട. അപ്പൊ അതിനെല്ലാം ചേർക്കാണ്. എത്ര ഭംഗിയുള്ള ഇമേജറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റാറും അല്ലെങ്കിൽ ആട്ടിടയന്മാരും ആടുകളും അല്ലെ മാലാഖമാരും ഈ പുൽക്കൂടും എല്ലാം കൂടെ ചേർത്തല്ലേ നമ്മൾ ക്രിസ്തുമസിനെ കാണുന്നത്. അപ്പൊ അതുപോലെയാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്രൈസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആകുന്നത് ഈ യൂണിവേഴ്സിനോട് മുഴുവനാണ്. അപ്പൊ യൂണിവേഴ്സിലെ ഓരോ അണുക്കളും, ആ അണുക്കളിലും ക്രിസ്തു പ്രതിഫലിക്കണം. ആ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ ആ നക്ഷത്രത്തിലായാലും ആ സകല ജീവബിന്ദുക്കളിലായാലും എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളിലായാലും ക്രൈസ്റ്റിനെ കണ്ടെത്താൻ കഴിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നേറ്റിവിറ്റി നരേഷനൊന്നുമില്ല. ഇപ്പം യേശു ജനിച്ച കാര്യമൊന്നും യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ എഴുതേണ്ട ആൾ യോഹന്നാൻ ശ്ലീഹ ആയിരുന്നു. കാരണം യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന ശിഷ്യൻ എന്നൊക്കെയല്ലേ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്നാ യോഹന്നാൻ ശ്ലീഹ എഴുതാഞ്ഞ്? യോഹന്നാൻ ശ്ലീഹ എഴുതാഞ്ഞ എന്നാ? അവൾക്ക് പ്രസവകാലം എടുത്തപ്പോൾ വലിയ വയറും പിടിച്ച് കഴുതപ്പുറത്ത് പോയി. അങ്ങനെ യോഹന്നാൻ ശ്ലീഹ എഴുതാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ക്രിസ്മസ് നരേഷൻ ഓഫ് സെയിന്റ് ജോൺ. യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉന്നതമായ സുവിശേഷം എന്ന് സഭാപിതാക്കന്മാർ മുതൽ ഇന്ന് ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ വരെ എല്ലാവരും ഒരുപോലെ എഗ്രി ചെയ്യുന്നതാണ് ഗോസ്പൽ ഓഫ് ജോൺ. ഗോസ്പൽ ഓഫ് ജോണിലെ ക്രിസ്മസ് നരേഷൻ എന്താണ്?
ഗോസ്പൽ ഓഫ് ജോണിൽ എന്താണ് ക്രിസ്മസ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു, വചനം മാംസം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞു നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ ആ തേജസ്സിനെ കണ്ടു. പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ് തന്നെ അല്ലേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആ പ്രകാശത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, മനുഷ്യരുടെ ജീവൻ, ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത്. അപ്പം മിയർ ഹിസ്റ്റോറിക്കൽ ജീസസിനെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കോസ്മിക് ക്രൈസ്റ്റിനെ അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ. എന്നിട്ട് അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ജീസസ്, അതിൽ നിന്ന് സ്പെഷ്യലായിട്ട് 8 അടയാളങ്ങളെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ജീസസിനെ പരിചയപ്പെടുന്നതിലൂടെ കോസ്മിക് ക്രൈസ്റ്റിനെ സ്വന്തമാക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇത് വായിച്ചിട്ട് യേശു ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കേണ്ടതിന്, ഗ്രഹിക്കേണ്ടതിന് ഞാൻ ഈ സുവിശേഷം എഴുതുന്നു. അപ്പൊ എന്താണ് യേശു ദൈവപുത്രനാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം, നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ആകുന്നത്. ഇതാണ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം എഴുത്തിന്റെ ഗോള്. അത് ആ സുവിശേഷത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇറ്റേണൽ സൺ ഓഫ് ഗോഡ് എന്ന സംജ്ഞ, കോസ്മിക് ക്രൈസ്റ്റ്, ഹിസ്റ്റോറിക്കൽ ജീസസ് ആൻഡ് ജീസസ് ഓഫ് ടുഡേ, അപ്പൊ ഈ 4 സംജ്ഞയും മനസ്സിലാക്കണം. യേശുവിന്റെ ഈ 4 സംജ്ഞകളും നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കണം. ഇന്നിന്റെ യേശുവിനെ മനസ്സിലാക്കുക, ചരിത്രത്തിലെ യേശുവിനെ മനസ്സിലാക്കുക, വിശ്വപുരുഷനായ ക്രിസ്തുവിനെ മനസ്സിലാക്കുക. ആൻ ഇറ്റേണൽ സൺ ഓഫ് ഗോഡ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പരിശുദ്ധ തൃത്വത്തിലെ നിത്യനിതാന്തമായി നിലനിൽക്കുന്ന ആ സ്നേഹഭാജനമായ പുത്രനെ മനസ്സിലാക്കുക. അപ്പൊ ഇത് 4 തലത്തിൽ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. ഇത് 4ഉം കൂടെ ഗ്രഹിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗമാണ്. ചില ആളുകൾക്ക് കോസ്മിക് ക്രൈസ്റ്റിനെ പറ്റി ഒരു ദർശനമുണ്ട്, അത് പറഞ്ഞു നടക്കും. മിക്കവാറും ആളുകൾ ഹിസ്റ്റോറിക്കൽ ജീസസിനെയാണ് എടുത്ത് വെച്ചിട്ട് അവിടെയോട്ട് ഒട്ടിക്കാൻ നോക്കും, ഇവിടെയോട്ട് ഒട്ടിക്കാൻ നോക്കും, ഇവിടെ നിന്ന് വലിച്ച് അവിടെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. അവസാനം ഇത് മടുക്കും, പലരും വിശ്വാസവും ഉപേക്ഷിക്കും. ചിലര് വിശ്വാസം അകത്തില്ലെങ്കിലും വിശ്വാസം ഉള്ളതായി നടിക്കും, അഭിനയിക്കും. ഹിപ്പോക്രറ്റ്സ്, ഓ ജീസസ്, താങ്ക് യു ജീസസ് എന്നൊക്കെ പറയും. ഒത്തിരി ആളുകളും ഭയന്നിട്ടാണ് ഈ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ട് നടക്കുക. ചില ആളുകൾ ആക്ഷേപം ഭയന്നിട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നാളെ എനിക്കൊരു അപകടമുണ്ടായാൽ ആളുകൾ എന്ത് പറയും? കളിയാക്കും എന്നെ. അല്ലെങ്കിൽ എനിക്കൊരു രോഗം വന്നാൽ, അല്ല ഞാൻ മരിച്ചുപോയാൽ എന്ത് നാണക്കേടായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്? ഈ ഭക്തരായിട്ടും വിശ്വാസികളായിട്ടും ഒക്കെ അഭിനയിക്കുക. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ? സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, ഒന്നുമില്ല. എങ്കിലും നിങ്ങളൊരു വിശ്വാസിയായിട്ടൊക്കെ അഭിനയിക്കുകയാണ്. എന്തിനാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവവിചാരമുള്ള ആളാണ്. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാലും, ഓ എന്നാലും അവനത് വന്നല്ലോ എന്ന ആളുകളുടെ ഒരു സഹതാപം കിട്ടും. പക്ഷെ നമ്മൾ സത്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഇപ്പം ദൈവത്തെ പറ്റി ചിന്തയില്ല, അത് നമ്മൾ തുറന്നു പറഞ്ഞാൽ നാളെ എന്തെങ്കിലും നമ്മുടെ സൈക്കിളിന്റെ ടയർ ഒന്ന് പഞ്ചറായാൽ മതി, അന്നേരം ഉണ്ടോ. പക്ഷെ ഇവരുടെ കൂടെയുള്ള ഭക്തന്മാരൊക്കെ എല്ലാ ദിവസവും മരിച്ചു പോകുന്നു, രോഗം ബാധിക്കുന്നതൊന്നും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഈ ഒരു പൊതു തലോടൽ കിട്ടാൻ, ഈ ഒരു സംരക്ഷണം കിട്ടാൻ നമ്മൾ എല്ലാവരും ഹിപ്പോക്രാറ്റിക്കലി എന്ത് ചെയ്യാണ്? വി പ്രിസർവ് അവർ ഫെയ്ത്ത്. അപ്പൊ ഹിപ്പോക്രൈറ്റ്സ് പ്രിസർവ് ദിസ് ഫേക്ക് റിലീജിയൻ. ഹിപ്പോക്രാറ്റുകളുടെ മതമാണ് ആത്മവഞ്ചകർ. ആത്മവഞ്ചകർ വ്യാജമായി ഈ മതത്തെ സംരക്ഷിക്കുന്നു. അവർക്ക് ഭയമാണ്, അതുകൊണ്ട് ഭീരുക്കൾ അതിനകത്ത് പമ്പി നിൽക്കുന്നു. ആക്ച്വലി
ഈ റിലീജിയസ് ആയിട്ടുള്ള ആളുകളിൽ നല്ല പങ്കും അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഇല്ലാത്തവരാ. എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് നേരിട്ട് അറിയാവുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ എത്തീസ്റ്റുകളാണ്. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പല ആളുകളും ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റക്കൊക്കെ ഇരുന്ന് കേടുന്നവർ ഒച്ചയിലും ചിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. കാരണം നിങ്ങൾക്ക് യേശുവിനെ അറിയില്ല, ക്രിസ്തുവിനെ അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ബാഹ്യ സമ്മർദ്ദങ്ങളാൽ വശംവദരായിട്ട് നിങ്ങൾ ആത്മവഞ്ചനാപരമായി ഈ മതത്തെ സംരക്ഷിച്ച് നിർത്തുകയാണ്. സോ തിങ്ക് ലൗഡ്, ഉറക്കെ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുക, നിങ്ങളിൽ കണ്ടെത്തുക, മറ്റുള്ളവരിൽ കണ്ടെത്തുക, മുഴുവൻ പ്രപഞ്ചത്തിലും കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വതന്ത്രമാകും. ഇത് മതം നിങ്ങളെ പരിചയപ്പെടുത്തിയ ചരിത്രത്തിലെ യേശു എന്ന് പറയുമ്പോൾ മതത്തിന്റെ നിബന്ധനകളിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ്, തളച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക. ഫ്രീ യുവർസെൽഫ് ഫ്രം സച്ച് ബോണ്ടേജസ്. ഫ്രീ യുവർസെൽഫ് ഫ്രം സച്ച് ബോണ്ടേജസ്. അത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും, അത്തരത്തിലുള്ള നിബന്ധനകളിൽ നിന്നും, നിഷ്കർഷകളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ ആൻഡ് ഷുവർലി ദിസ് ഈസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ. സുവിശേഷം അബ്രഹാമിനെ മുൻകൂട്ടി അറിയിച്ചതും പാപവിമോചനമായൊരു